ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ FIUGP ഫസ്റ്റ് സെം BSc കെമിസ്ട്രി ഓണേഴ്സ് മേജർ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 2 ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. അപ്പോൾ ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് വലിയ മൊഡ്യൂളും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. 38 മാർക്കോളം സിലബസ് പ്രകാരം, ഞാൻ സിലബസാണ് നോക്കുന്നത്, അപ്പോൾ അത് പ്രകാരം 38 മാർക്ക് അത്രയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിനേക്കാളും ഇരട്ടി വരും, അത്രയും പഠിക്കാൻ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സിലബസിലുള്ള ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രം ജസ്റ്റ് പറഞ്ഞ് കവർ ചെയ്ത് പോവും. അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആൻഡ് ദെയർ പീരിയോഡിക് ട്രെൻഡ്സ്. അതിൽ അറ്റോമിക് ആൻഡ് അയണിക് റേഡിയസ്. അപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടെക്സ്റ്റിലുണ്ട്, അപ്പോൾ അത് അറിഞ്ഞിരിക്കണം. +2 പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇൻട്രൊഡക്ഷനും പിന്നെ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ, arrangement of elements, periods and groups, relationship between the arrangement of elements and electronic configuration, periodicity in properties, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നോക്കണ്ട, അത് ആ കുട്ടി ഹൈലൈറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ പേജ് അതൊക്കെ വായിക്കുക, മനസ്സിലാക്കി വയ്ക്കുക. ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബാക്കി സിലബസിലുള്ളതൊക്കെ ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ പറയാം. അപ്പോൾ properties of elements such as atomic size, ionization energy, electronic enthalpy, electronegativity etc. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടല്ലോ അതിൽ ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ചിട്ട് ഈ പ്രോപ്പർട്ടീസിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ദെർഫോർ എക്സിബിറ്റ് എ ഗ്രാജുവൽ വേരിയേഷൻ വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് അവിടെ വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിനാണ് നമ്മൾ കോമൺലി പീരിയോഡിസിറ്റി അല്ലെങ്കിൽ പീരിയോഡിക് വേരിയേഷൻ എന്ന് പറയാം. നമ്മൾ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഈ പ്രോപ്പർട്ടീസിലൊക്കെ ഉണ്ടാകുന്ന വേരിയേഷനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. വി ക്യാൻ യൂസ് ദ ലോങ് ഫോം ഓഫ് എ പീരിയോഡിക് ടേബിൾ ടു കോറിലേറ്റ് to explain some of the variations that are observed in these atomic properties, generally known as periodic properties. അതായത് നമ്മൾ ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ വെച്ചിട്ട് ഈ പ്രോപ്പർട്ടീസിലൊക്കെ ഉണ്ടായിട്ടുള്ള വേരിയേഷനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതിനാണ് ആ ഒരു വേരിയേഷൻസ്, ആ പ്രോപ്പർട്ടീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിക്കുന്നത്. അറ്റോമിക് റേഡിയസ്. ദ അറ്റോമിക് റേഡിയസ് ഓഫ് an atom is defined as the distance between the center of the nucleus and the outermost shell of electrons. അതായത് ഒരാറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവും, അതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും, പിന്നെ പുറത്ത് ഇലക്ട്രോൺസ് ഉണ്ടാവും. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഓരോ ഷെല്ലിലായിട്ടും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിനകത്ത് സെൻറ്റർ ഓഫ് ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നും ഏറ്റവും അവസാനത്തെ പുറത്തുള്ള ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഷെല്ല് അതുവരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസിൻ്റെ സെൻറ്ററിൽ നിന്നും ആൻഡ് ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ഇലക്ട്രോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, സെൻറ്റർ ഓഫ് ദ ന്യൂക്ലിയസിൽ നിന്നും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. അറ്റോമിക് റേഡിയസ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആറ്റത്തിനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിനെ ആ ആറ്റത്തിൻ്റെ അറ്റോമിക് റേഡിയസ് മെഷർ ചെയ്തെടുക്കാനോ പറ്റില്ല. അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇതുവരെ അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ആറ്റത്തിൻ്റെ സൈസ് അതിന് കൺസിഡർ ചെയ്യണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേറെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു ആറ്റത്തിനെയും ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എക്സാക്റ്റ് റേഡിയസ്, അറ്റോമിക് റേഡിയസ് ഇതുവരെ മെഷർ ചെയ്ത് എടുത്തിട്ടില്ല. അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ആറ്റത്തിൻ്റെ സൈസ് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ അതിൻ്റെ ബേസിലൊക്കെ ഉള്ള വേറെ ഓപ്പറേഷണൽ കൺസെപ്റ്റ്, ആ ഒരു കൺസെപ്റ്റിലൊക്കെ നമ്മൾ വെച്ചിട്ട് ആറ്റത്തിൻ്റെ സൈസ് കണക്കാക്കും, മീൻസ് കൺസിഡർ ചെയ്യും. അങ്ങനെ ഒരു കൺസെപ്റ്റാണ് കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോവാലൻ്റ് റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ കാര്യത്തിൽ ഇമ്പോസിബിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ 2 ആറ്റം ഒരുമിച്ച് നിന്ന്, ഈ കോവാലൻ്റ് ബോണ്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ 2 ആറ്റം ഒരുമിച്ച് ബോണ്ടഡ് ആയിട്ട് ഒരു സിംഗിൾ കോവാലൻ്റ് ബോണ്ട് വഴി 2 ആറ്റം ഒരുമിച്ച് നിന്ന് അത് ബോണ്ടഡ് ആയിട്ട് അവിടെ നിൽക്കുന്നു. അതിൽ ഒരാറ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് ദി ന്യൂക്ലി, അവിടെ നിന്നും മറ്റേ ആറ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് ന്യൂക്ലി, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ പകുതിയാണ് ഈ കോവാലൻ്റ് റേഡിയസ്. അതായത് 2 ആറ്റത്തിൻ്റെയും സെൻറ്റർ ഓഫ് ദി ന്യൂക്ലി അവിടെ നിന്നുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അതിനെയാണ് അതിൻ്റെ പകുതി, അതാണ് കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത്. കോവാലൻ്റ് റേഡിയസ് ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിൻ്റെ കോവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ്
half of the distance between the centers of the nuclei of two like atoms bonded by a single covalent bond in a molecule. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ കൊവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത് രണ്ട് മോളിക്യൂൾസ് കൊവാലൻ്റ് ബോണ്ട് വഴി അത് ബോണ്ട് ചെയ്ത് കിടക്കും. അതിൻ്റെ സെൻറ്റർ ഓഫ് ന്യൂക്ലിയർ, ഓരോ ആറ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് ന്യൂക്ലിയറിൽ നിന്നും അടുത്ത സെൻറ്റർ ഓഫ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയർ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിൻ്റെ പകുതി, ആ ഡിസ്റ്റൻസിൻ്റെ പകുതിയായിരിക്കും കൊവാലൻ്റ് റേഡിയസ് എന്ന് പറയുന്നത്. ഇതാണ് കൊവാലൻ്റ് റേഡിയസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇതിന് എക്സാമ്പിളൊക്കെ അവിടെ ഉണ്ട്, അതും കൂടെ നിങ്ങൾ വായിച്ചു നോക്കുള്ളൂ. വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് അലോങ് എ പീരീഡ്. അപ്പോൾ ഒരു പീരീഡിൽ എങ്ങനെയാണ് അറ്റോമിക് റേഡിയസ് വേരി ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യണം അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഇവിടെ സെക്കൻഡ് പീരീഡ് എടുക്കാം. അപ്പോൾ സെക്കൻഡ് പീരീഡിൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ഫ്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഷെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ആവുന്നില്ല, രണ്ട് ഷെല്ലേ ഉള്ളൂ. ഇപ്പോൾ ലിഥിയം ആണെങ്കിൽ 2 1, ബെറിലിയം 2 2, ബോറോൺ 2 3, കാർബൺ 2 4, അങ്ങനെ ഷെല്ലിൻ്റെ നമ്പർ ഇൻക്രീസ് ആവുന്നില്ല, രണ്ട് ഷെല്ലിൽ വെച്ചിട്ടാണ് ഉള്ളത്. ഇവിടെ പീരീഡിന് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. ഓരോ ആറ്റം മാറുന്നതോളം അവിടെ പ്രോട്ടോൺസ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ പ്രോട്ടോൺസ് ആണ് കൂടുന്നത്. ഓൾസോ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് അതേ ഷെല്ലിലേക്കാണ്. ഓക്കെ, എല്ലാ ഇലക്ട്രോൺസൊക്കെ ആഡ് ചെയ്യുന്നതും അതേ ഷെല്ലിലേക്കാണ്, പുതിയ ഷെല്ലിലേക്ക് ഇലക്ട്രോൺസ് പോകുന്നില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോൺസ് സെയിം പ്രിൻസിപ്പിൾ എനർജി ലെവലിൽ തന്നെയായിരിക്കും ഉണ്ടാവുക, പുതിയ ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ന്യൂക്ലിയർ ചാർജ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. സോ ഈ ന്യൂക്ലിയസ് നമ്മുടെ ഈ ആറ്റത്തിൽ വാലൻസ് ഇലക്ട്രോൺസ്, ചുറ്റുമുള്ള ആ ഇലക്ട്രോൺസിനെയൊക്കെ അതിൻ്റെ അകത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തും. ന്യൂക്ലിയസ് ചുറ്റുമുള്ള വാലൻസ് ഇലക്ട്രോൺസിനെ അതിൻ്റെ അകത്തേക്ക് അട്രാക്ട് ചെയ്ത് നിർത്തും. മാക്സിമം ഗ്രേറ്റർ ഫോഴ്സ് വെച്ച് അട്രാക്ട് ചെയ്ത് നിർത്തും. അങ്ങനെ അറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും, എലോങ് എ പീരീഡ്, ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് എ പീരീഡ് ഡിക്രീസ് ചെയ്യും. കാരണം ആകെ 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ. മീൻസ് ഏതിലാണെങ്കിലും ലെഫ്റ്റ് ടു റൈറ്റ് ഷെൽ നമ്പർ ഇൻക്രീസ് ആവുന്നില്ല. ഉള്ള ഷെല്ലിൽ വെച്ചിന് ന്യൂക്ലിയർ ചാർജ് കൂടുതലായിരിക്കും. ന്യൂക്ലിയർ ചാർജ് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത് വാലൻസ് ഇലക്ട്രോൺസിന് മാക്സിമം അട്രാക്ട് ചെയ്ത് നിർത്തും. അപ്പോൾ അറ്റോമിക് റേഡിയസ് ഡിക്രീസസ് എലോങ് എ പീരീഡ്. വേരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് ഡൗൺ എ ഗ്രൂപ്പ്. അപ്പോൾ ഡൗൺ എ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്ന സമയത്ത്, അപ്പോൾ അവിടെ ആ ഗ്രൂപ്പുകളിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് പുതിയ ഇലക്ട്രോൺസ്, നമുക്ക് വരുന്ന പുതിയ ഇലക്ട്രോൺസൊക്കെ ആഡ് ചെയ്യുന്നത് പുതിയ പ്രിൻസിപ്പിൾ ഷെല്ലിലായിരിക്കും. കാരണം ഇപ്പോൾ നമുക്ക് നോക്കാം എക്സാമ്പിൾസ്. ലിഥിയം എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഇതൊക്കെ ഒരു ഗ്രൂപ്പാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലിഥിയത്തിന് എത്ര ഷെല്ലുണ്ട്, 2 ഷെല്ലുണ്ട്, 2 1. സോഡിയത്തിനാണെന്നുണ്ടെങ്കിലോ 11, മീൻസ് 2 8 1, അവിടെ 3 ഷെല്ല് വരുന്നുണ്ട്. പൊട്ടാസ്യത്തിനാണെന്നുണ്ടെങ്കിൽ 4 ഷെല്ലുണ്ട്, 2 8 8 1. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിൽ ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ആ ഇലക്ട്രോൺസൊക്കെ ആഡ് ചെയ്യുന്നതും പുതിയ ഷെല്ലുകളിലായിരിക്കും. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൂടാതെ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺസ്, അതായത് ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ എഫക്റ്റും ഇവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ എന്താണ്, അവിടെ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറയുന്നു. അപ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, വാലൻസ് ഇലക്ട്രോൺസിന് നമ്മുടെ ന്യൂക്ലിയസിന് പിടിച്ചു നിർത്താൻ പറ്റില്ല, മീൻസ് അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ എന്താണ്, അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ആസ് വി മൂവ് ഡൗൺ ഈ ഗ്രൂപ്പിന് താഴേക്ക് വരുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ മെയിനായിട്ട് 2 കാരണങ്ങളേ ഉള്ളൂ. ന്യൂ ഇലക്ട്രോൺസ് ആഡ് ചെയ്യുന്നത് പുതിയ പ്രിൻസിപ്പിൾ ഷെല്ലായിരിക്കും, പിന്നെ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് ഇന്നർ ഇലക്ട്രോൺസും ഇൻക്രീസ് ചെയ്യും. ഇതെല്ലാം കൊണ്ട് അപ്പോൾ എന്താവും, ന്യൂക്ലിയർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും, ന്യൂക്ലിയർ ചാർജ് ഡിക്രീസ് ചെയ്യും. സോ അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. അയണിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള അയൺസ് ഉണ്ടാവുമല്ലോ, കാറ്റിയോൺ ഓർ ആനയോൺ, അതിൻ്റെ റേഡിയസാണ് ഈ അയണിക് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ ഒരു അയോൺ എടുത്തു കഴിഞ്ഞാൽ കാറ്റിയോൺ ആവാം അല്ലെങ്കിൽ ആനയോൺ ആവും. അപ്പോൾ കാറ്റിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ഒരു അയോണിന് ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാറ്റിയോൺ ആവും. അതുപോലെ വേറൊരു ആറ്റം ഒരു ഇലക്ട്രോണിന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും, ആനയോണാവും. അപ്പോൾ കാറ്റിയോണിൻ്റെ സൈസും ആനയോണിൻ്റെ സൈസും നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ എക്സാമ്പിളായിട്ട് നമ്മുടെ സോഡിയമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സോഡിയത്തിൻ്റെ
വൈസ് എങ്ങനെയാ പറയുക, 2, 8, 1. ഓക്കെ, അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ കൊടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ സോഡിയത്തിന് നോർമൽ കേസ് 11, അപ്പോൾ 2, 8, 1. ഓക്കെ, അതിന് ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, 2, 8 ആവും. ഓക്കെ, അപ്പോൾ നോർമൽ കേസിൽ പാരൻ്റ് ആറ്റമായിരിക്കുന്ന സമയത്ത് അതിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് 11, നമ്പർ ഓഫ് ഇലക്ട്രോൺസും 11. ഒരു ഇലക്ട്രോണ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്പർ ഓഫ് പ്രോട്ടോൺസ് 11 ആയിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 10 മാറും, കുറവാകും. സോ അവിടെ പ്രോട്ടോൺസ് ആണ് കൂടുതൽ. സോ അവിടെ എന്തായിരിക്കും ഇൻക്രീസ് ആവുക, അവിടെ ന്യൂക്ലിയർ ചാർജ് അത് എന്തായിരിക്കും, ഇൻക്രീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ചാർജ് അവിടെ കൂടുതലായിരിക്കും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കുറവാണ്. സോ എപ്പോഴും കാറ്റയോൺ എന്ന് പറയുന്നത് പാരൻ്റ് ആറ്റത്തിനേക്കാളും ചെറിയ സൈസ് ആയിരിക്കും. ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്, സോ അറിയാലോ, അത് അട്രാക്ട് ചെയ്ത് നിർത്തും. അപ്പോൾ എപ്പോഴും കാറ്റയോൺ പാരൻ്റ് ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും, അതിൻ്റെ സൈസ് ചെറുതായിരിക്കും. ഇനി ക്ലോറിൻ്റെ കേസിൽ വന്നു കഴിഞ്ഞാൽ നോർമൽ കേസിൽ 17 മീൻസ് പാരൻ്റ് ആറ്റം ആയിരിക്കുമ്പോൾ 17, 2, 8, 7 നമ്പർ ഓഫ് പ്രോട്ടോൺസും 17, ഇലക്ട്രോൺസും 17. അതെന്താവും, ആനിയോണായി മാറുന്ന സമയത്ത്, അതായത് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോൾ 2, 7, 8. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 17, പക്ഷേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 18 മാറും, കാരണം ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് കൂടുതൽ, പ്രോട്ടോൺസ് കുറവാണ്. സോ ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും, അപ്പോൾ അട്രാക്ഷൻ അത് കുറവായിരിക്കും. ന്യൂക്ലിയർ ചാർജ് കുറവായി കഴിഞ്ഞാൽ അപ്പോൾ എന്താവും, സൈസ് കുറയും. അപ്പോൾ എപ്പോഴും ആനയോൺ പാരൻ്റ് ആറ്റത്തിനേക്കാളും ലാർജർ സൈസിലായിരിക്കും ഉണ്ടാവുക, മീൻസ് വലുതായിരിക്കും. ആനയോൺ വലുതായിരിക്കും, കാറ്റയോൺ ചെറുതായിരിക്കും എപ്പോഴും. ഓക്കെ, അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും എന്താണ്, ഇത്രയേ ഉള്ളൂ. കാറ്റയോൺ എന്ന് പറയുന്നത് എപ്പോഴും പാരൻ്റ് ആറ്റം അല്ലെങ്കിൽ ന്യൂട്രൽ ആറ്റം. കാറ്റയോൺ എപ്പോഴും ന്യൂട്രൽ ആറ്റത്തിനേക്കാളും ചെറുതായിരിക്കും, ആനയോൺ എപ്പോഴും ന്യൂട്രൽ ആറ്റത്തിനേക്കാളും വലുതായിരിക്കും. അയണിക് റേഡിയസ്, അതിൻ്റെ വേരിയേഷൻ എന്താണ്, വേരിയേഷൻ ഓഫ് അയണിക് റേഡിയസ് എന്താണ്, എലോങ് എ പീരീഡും അതുപോലെ ഡൗൺ എ ഗ്രൂപ്പും. ഇതും നമ്മുടെ മറ്റേ അറ്റോമിക് റേഡിയസിന് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. മീൻസ് അതേ റീസൺസ് തന്നെയാണ് ഇതിലും വരുന്നത്. ഇനി നമ്മൾ വേരിയേഷൻ ഓഫ് അയണിക് റേഡിയസ് ഫോർ ഐസോ ഇലക്ട്രോണിക് അയഡ്സ് എലോങ് എ പീരീഡ്. ഓക്കെ, അത് വരുന്ന സമയത്തും സെയിം തന്നെയാണ്. അയണിക് റേഡിയസ് ഒരു പീരീഡിലേക്ക് എലോങ് എ പീരീഡ് പോകുന്ന സമയത്ത് എന്താണ്, ഡിക്രീസ് ചെയ്യുന്നു. ബിക്കോസ് ഇതിൽ സെയിം അറ്റോമിക് റേഡിയസിലെ റീസൺ തന്നെയാണ്. പ്രോട്ടോൺസ് ആഡ് ചെയ്യുന്നു, ന്യൂക്ലിയസിലേക്ക് ആഡ് ചെയ്യുന്നു. സോ അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ അയണിക് റേഡിയസ് ഡിക്രീസസ് അലോങ് എ പീരീഡ്. ഇനി അടുത്തത് വേരിയേഷൻ ഓഫ് അയണിക് റേഡിയസ് ഡൗൺ എ ഗ്രൂപ്പ് വരുന്ന സമയത്തും സെയിം അറ്റോമിക് റേഡിയസിൻ്റെ അതേ റീസൺ തന്നെയാണ്. അവിടെ പുതിയ ഷെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, ഷെൽ നമ്പേഴ്സ് കൂടുന്നു. അതുപോലെ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ആകും, ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. സോ അയണിക് റേഡിയസസ് ഇൻക്രീസസ് ആസ് വി മൂവ് ഡൗൺ എ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിൽ അയണിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നു, പീരീഡിൽ അയണിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുന്നു. അയണൈസേഷൻ എനർജി, അതാണ് അടുത്ത ടോപ്പിക്. സോ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം, അതിൽ നിന്നും അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ലൂസ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് എനർജി, ആ ഒരു എനർജിനെയാണ് നമ്മൾ, ആ ഒരു എലമെൻറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനുള്ള മിനിമം എനർജി, അതിനാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അയോണൈസേഷൻ എനർജി ഓഫ് എൻ എലമെൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഫ്രം എൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഓഫ് ദാറ്റ് എലമെൻറ്റ് ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗേഷ്യസ് ആറ്റം, അതായത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഗേഷ്യസ് ആറ്റം, അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ലൂസ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ പുറത്തെടുക്കുകയാണ്, മീൻസ് അത് റിമൂവ് ചെയ്യാണ്, പുറത്തെടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു എനർജി, ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ടർ മോസ്റ്റിലുള്ള ഒരു ഇലക്ട്രോണിനെ പുറത്തെടുക്കാനുള്ള ഒരു എനർജി, അതാണ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ഇപ്പോൾ ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Xg പ്ലസ് അയണൈസേഷൻ എനർജി 1 ഗീവ്സ് X പ്ലസ് G പ്ലസ് ഇലക്ട്രോൺ, അതായത് ന്യൂട്രൽ ആയിട്ടുള്ളൊരു ആറ്റം, അതാണ് Xg, പ്ലസ് നമ്മൾ അയണൈസേഷൻ എനർജി കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് എന്താവും, അയണൈസേഷൻ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോകും. പിന്നെ നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റം എന്താവും, പോസിറ്റീവായിട്ട് മാറും. കാരണം ഒരു ഇലക്ട്രോണിനെ അത് ഡൊണേറ്റ് ചെയ്തു, പുറത്ത് പോയി റിമൂവ് ചെയ്തു. അപ്പോൾ നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ആറ്റം പോസിറ്റീവായിട്ട് മാറും, പ്ലസ് ഒരു ഇലക്ട്രോണും കൂടെ വരും. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യാനുള്ള എനർജി, അതാണ് നമ്മൾ
ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ ന്യൂട്രലായിട്ടുള്ളൊരു ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു. ഇപ്പം നമ്മുടെ ആറ്റം എന്തായിരിക്കുകയാണ്, പോസിറ്റീവായി നിൽക്കുകയാണ്. ഓക്കെ, പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്. ആ പോസിറ്റീവായി നിൽക്കുന്ന ഒരു ഇലക്ട്രോൺ പോയിട്ട് ഇപ്പോൾ പോസിറ്റീവായി നിൽക്കുന്ന നമ്മുടെ എലമെൻ്റ് ഉണ്ടല്ലോ, അതിൽ നിന്നും നമ്മൾ വീണ്ടും ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യണം, പുറത്തേക്ക് എടുക്കണം, മീൻസ് റിമൂവ് ചെയ്യാണ്. ഓൾറെഡി ഒരു ഇലക്ട്രോൺ പോയി, അതേ നമ്മൾ ആറ്റത്തിൽ നിന്നും വീണ്ടും ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് അയണൈസേഷൻ എനർജി കൊടുക്കില്ലേ, അതാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. അതായത് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബോണ്ടഡ് ഇലക്ട്രോൺ ഫ്രം എ ഗേഷ്യസ് മോണോ പോസിറ്റീവ് അയൺ. അതായത് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു അയണിൽ നിന്ന്, പോസിറ്റീവായിട്ടുള്ള അയണിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ഇലക്ട്രോൺ കൂടെ എടുക്കുകയാണ്. അപ്പോൾ എന്താവും, X2+ ഇലക്ട്രോണായിട്ട് മാറും. അപ്പോൾ ഒന്നുകൂടെ ഇലക്ട്രോൺ പോവും, അപ്പോൾ X2+ ആവും. ഇക്വേഷൻ നിങ്ങൾ നോക്കിയാൽ മതി, രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. അതായത് ഓൾറെഡി നമ്മൾ ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്തു, അതിനുശേഷം വീണ്ടും അതേ ആറ്റത്തിൽ നിന്ന് രണ്ടാമതൊരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. അപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്തു ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൊടുത്തിട്ട്. അപ്പോൾ അവിടെ ആ ഒരു അയൺ ഇപ്പോൾ എന്തായിരിക്കണം, ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഇലക്ട്രോൺ ആണ് കുറഞ്ഞത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിക്രീസ് ചെയ്ത് കുറഞ്ഞു. പക്ഷേ ന്യൂക്ലിയർ ചാർജ് എന്താണ്, സെയിം ആണ്. അപ്പോൾ അവിടെ ന്യൂക്ലിയർ ചാർജ് കൂടി. ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ന്യൂക്ലിയസ് തൊട്ടടുത്തുള്ള എല്ലാ ഇലക്ട്രോൺസും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനൊക്കെ മാക്സിമം ടൈറ്റ് ചെയ്ത്, മീൻസ് പിടിച്ചു നിർത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഓൾറെഡി ഒന്ന് ഇലക്ട്രോൺ പോയി, ന്യൂക്ലിയർ ചാർജ് കൂടി, അതെന്ത് ചെയ്തു, അതിനെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മീൻസ് അത്രയും ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്ത് നിൽക്കും. അങ്ങനെയുള്ള സമയത്ത് വീണ്ടും ഒരു ഇലക്ട്രോൺ നമ്മൾ അതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ എനർജി, നമ്മൾ ആദ്യം കൊടുത്ത അയണൈസേഷൻ എനർജിയേക്കാളും കുറച്ച് കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇലക്ട്രോൺ പോയി, അപ്പോൾ ഇതെന്താണ്, ന്യൂക്ലിയർ ചാർജ് കൂടി, ഇപ്പോൾ കുറച്ചുകൂടെ ടൈറ്റ്ലി ഹെൽഡ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഇലക്ട്രോൺസ് ആർ ഹെൽഡ് മോർ ടൈറ്റ്ലി ബൈ ദ ന്യൂക്ലിയസ് കാരണം കുറച്ചുകൂടെ ടൈറ്റ്ലി അവിടെ നിൽക്കണം. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം അയണൈസേഷൻ എനർജി കൊടുക്കണം. എന്നാൽ ആദ്യം കൊടുത്തതിനേക്കാളും കൂടുതൽ അയണൈസേഷൻ എനർജി കൊടുത്താലേ ഒരു ഇലക്ട്രോൺ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോ തവണ നമ്മൾ കൊടുക്കുമ്പോൾ എനർജി കൂടുതൽ കൊടുക്കണം, എന്നാലേ ഓരോ ഇലക്ട്രോണെ വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി ഈസ് ലെസ് ദാൻ, മീൻസ് ഒന്നുകൂടെ പറയാം, സെക്കൻഡ് അയണൈസേഷൻ എനർജി ഈസ് ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന, മീൻസ് അതിനെ സ്വാധീനിക്കുന്ന ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നോക്കാം. അറ്റോമിക് സൈസ്, ന്യൂക്ലിയർ ചാർജ്, നമ്പർ ഓഫ് ഇന്നർ ഷെൽ ഇലക്ട്രോൺസ്, അതായത് സ്ക്രീനിങ് എഫക്റ്റ്, ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ ബീങ് റിമൂവ്ഡ്. അറ്റോമിക് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അയണൈസേഷൻ എനർജി കുറയും. കാരണം ഇപ്പോൾ അറ്റോമിക് സൈസ് കൂടുന്തോറും ആറ്റം വലുതാവുകയാണല്ലോ. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും ദൂരം കൂടുകയാണ്. അറ്റോമിക് സൈസ് കൂടുന്തോറും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ ഒരു ദൂരം, ന്യൂക്ലിയസിൽ നിന്നുള്ള ദൂരം കൂടുതലാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ന്യൂക്ലിയസിൻ്റെ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് കുറയുകയില്ല ചെയ്യുക. ദൂരം കൂടുന്തോറും അട്രാക്ട് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അവിടെ കുറയുകയാണ്. അപ്പോൾ ന്യൂക്ലിയർ അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നതുകൊണ്ട് തന്നെ ഔട്ടർ മോസ്റ്റ് സെല്ലിലെ ഇലക്ട്രോൺ നമുക്ക് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് അയണൈസേഷൻ എനർജി മതി. നിങ്ങൾക്ക് മനസ്സിലാകും വിചാരിക്കണം. ന്യൂക്ലിയർ ഫോഴ്സ് അവിടെ കുറവാണ്, സൈസ് വരുന്നതുകൊണ്ട് ന്യൂക്ലിയർ ഫോഴ്സ് അവിടെ കുറവാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺ. അപ്പോൾ അവിടെ ഔട്ടർ മോസ്റ്റിലെ ഇലക്ട്രോൺ എന്താണ്, വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ആറ്റോമിക് സൈസ് കൂടുന്തോറും അയണൈസേഷൻ എനർജി കുറയും. ന്യൂക്ലിയർ ചാർജ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഔട്ടർ മോസ്റ്റ് സെല്ലിലേക്കുള്ള ന്യൂക്ലിയർ ചാർജ് അവിടെ ന്യൂക്ലിയർ ചാർജ് കൂടുതലായി എന്ത് സംഭവിക്കും, ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുള്ളും കൂടും. അതായത് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ മാക്സിമം നമ്മുടെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, പിടിച്ചു നിർത്തും. അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഔട്ടർ മോസ്റ്റ് സെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അയണൈസേഷൻ എനർജി മാക്സിമം കൊടുക്കണം, മീൻസ് കൂടുതൽ കൊടുക്കണം. ന്യൂക്ലിയർ ഫോഴ്സ് അവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അയണൈസേഷൻ എനർജി കൂടുതൽ കൊടുക്കേണ്ടി വരും, എന്നാലേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് നമ്പർ ഓഫ് ഇന്നർ ഷെൽ ഇലക്ട്രോൺസ്, അതായത് സ്ക്രീനിങ് എഫക്റ്റ്. ഈ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തായാലും ഇലക്ട്രോൺസ് ആണല്ലോ ഓരോ ഷെല്ലിലുള്ളത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസും ഇന്നർ ഷെല്ലിലുള്ള ഇലക്ട്രോൺസും തമ്മിൽ ഒരു ചെറിയ റിപ്പൽഷൻ ഉണ്ടാവും. കാരണം ഇത് രണ്ട് ഇലക്ട്രോൺസ് നെഗറ്റീവ് ചാർജില്ലേ, അപ്പോൾ ഒരു റിപ്പൽഷൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ സ്ക്രീനിങ് എഫക്റ്റ് എന്ന് പറഞ്ഞ് ഷോർട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് ഇന്നർ ഇലക്ട്രോൺസ് കൂടുതലായി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ
സ്ക്രീനിങ് എഫക്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സ്ക്രീനിങ് എഫക്റ്റ് കൂടുമ്പോൾ നമ്മുടെ ഈ ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുള്ള് കുറയും. അതാണ് സംഭവം. സ്ക്രീനിങ് എഫക്റ്റ് കൂടുമ്പോൾ ന്യൂക്ലിയർ ആ ഒരു അട്രാക്റ്റീവ് പുള്ള് കുറയും. അങ്ങനെയാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുള്ള് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയണൈസേഷൻ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ മതി, കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ അയണൈസേഷൻ എനർജി ഡിക്രീസ് ആവും. ദ ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ ബീയിങ് റിമൂവ്ഡ്. അതായത് ഇവിടെ നമ്മൾ ഇപ്പോൾ സെയിം ഷെല്ലിൽ തന്നെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത് SPDF ആ ഒരു രീതിക്കാണല്ലോ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുള്ള് അതും വേരി ചെയ്യുന്നത്, അതും എഫക്റ്റ് ആവുന്നത് ഇതേ ഓർഡറിലാണ് SPDF. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേ രീതിയിലായിരിക്കും എന്താണ്, അതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് ഇലക്ട്രോൺ ആണ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് അയണൈസേഷൻ എനർജി ഉണ്ടാവും, ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് പ്രസൻസ് ഓഫ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പ്രസൻസ് ഓഫ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം ചില ആറ്റംസിന് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവും, അവർക്ക് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവർക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്നും ഇലക്ട്രോൺ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളത്, കാരണം അവർ ഓൾറെഡി സ്റ്റേബിളാണ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തായിരിക്കും, അൺസ്റ്റേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി സ്റ്റെബിലിറ്റി നിൽക്കുകയാണ്, അങ്ങനെ ഒരാളത്ത് നിന്ന് നമുക്ക് ഇലക്ട്രോണിനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം, ഇപ്പോൾ ഓൾറെഡി സ്റ്റേബിൾ ആണല്ലോ, പോയി പെട്ടെന്ന് ഇലക്ട്രോൺ എടുക്കുക പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് കുറച്ചധികം എനർജി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇലക്ട്രോണെ റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളത്ത് നിന്നും ഇലക്ട്രോൺ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചധികം എനർജി കൊടുക്കണം. അപ്പോൾ അവിടെ അങ്ങനെയുള്ള കേസിൽ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ആവും. ഇനി അത് മാത്രമല്ല, ഫുള്ളി കോൺഫിഗറേഷൻ ഉള്ളവർ മാത്രമല്ല, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള സമയത്തും അവർക്ക് ഒരു പ്രത്യേക സ്റ്റെബിലിറ്റി ഉണ്ടാവും. സോ അവരും എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് കാണിക്കും. നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവരും അതിനെ എതിർക്കും. സോ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, എനർജി കൂടുതൽ കൊടുക്കണം. അപ്പോൾ ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള സബ്ഷെല്ലാണെന്നുണ്ടെങ്കിൽ അയണൈസേഷൻ എനർജി അവിടെ ഇൻക്രീസ് ആവും. വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എനർജി അലോങ് എ പീരീഡ്. അപ്പോൾ പീരീഡിൽ എന്താവും അയണൈസേഷൻ എനർജി എന്നാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. ആസ് വി മൂവ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് നമുക്കറിയാം അറ്റോമിക് സൈസ് ഡിക്രീസ് ആവും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമുക്കറിയാം എന്താണ്, ന്യൂക്ലിയർ ചാർജ് അവിടെ ഇൻക്രീസ് ആവും. ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് അറ്റോമിക് സൈസ് ഡിക്രീസ് ആവും, ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമുക്ക് അറിയാം. എന്താണ്, ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുള്ള് അതെന്ത് ചെയ്യും, അതും ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഫാക്ടേഴ്സ് പഠിച്ച സമയത്ത് പറഞ്ഞു, ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുൾ ഫോർ ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അവിടെ എന്താവും, ന്യൂക്ലിയസ് കുറച്ചുകൂടെ നമുക്കറിയാമല്ലോ പിടിച്ച് നിർത്തും, മീൻസ് അട്രാക്റ്റീവ് ഫുൾ അവിടെ അത്രയും കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് അതിന് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയണൈസേഷൻ എനർജി കൂടുതൽ കൊടുക്കണം. സോ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ, അയണൈസേഷൻ എനർജി ഇൻക്രീസസ് അലോങ് എ പീരീഡ്. ഇപ്പോൾ നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നു, പീരീഡിൽ ഇൻക്രീസ് ചെയ്യുന്നു പറഞ്ഞാൽ കൂടെ ചില ഇറഗുലാരിറ്റീസ് ഉണ്ട്. അതായത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ സെക്കൻഡ് പീരീഡും അതുപോലെ തേർഡ് പീരീഡും ഇതിലുള്ള ഫസ്റ്റ് അയണൈസേഷൻ എനർജീസ് ഓഫ് എലമെൻറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരം ഇൻക്രീസ് ചെയ്ത് പോകണം. പക്ഷേ ഇവിടെ ബെർലിയത്തിൽ നിന്നും ബോറോണിലേക്ക് ഒരു ചെറിയ ഡിക്രീസ് നടക്കുന്നുണ്ട്. അതുപോലെ നൈട്രജൻ ടു ഓക്സിജൻ അവിടെയും ഡിക്രീസാണ്, ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം ഡിക്രീസ് നടക്കണം. അതുപോലെ മെഗ്നീഷ്യം ടു അലുമിനിയം, പിന്നെ ഫോസ്ഫറസ് ടു സൾഫർ. ഇപ്പോൾ ഇവിടെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ഡിക്രീസ് ഉണ്ട്. ഇൻക്രീസ് ചെയ്തിട്ടാണ് പോകേണ്ടത് അയണൈസേഷൻ എനർജി, പക്ഷേ അവിടെ ഡിക്രീസ് നടക്കുന്നത്. ശരിക്കും പീരീഡിൽ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണ് സമയത്ത് ബെർലിയത്തിനേക്കാളും കൂടുതൽ അയണൈസേഷൻ എനർജി ആർക്ക് വേണം, ബോറോണിന് വേണം. പക്ഷേ ഇവിടെ ബോറോണിന് ബെർലിയത്തെക്കാളും സ്മോളർ അയണൈസേഷൻ എനർജിയാണ് ഉള്ളത്. ഇതിന് കാരണം നമ്മൾ ബോറോണിൻ്റെ കോൺഫിഗറേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും 1s2 2s2 2p1. ഇവിടെ ബോറോണിൻ്റെ കേസിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് പിയിലാണ്, 2p-ലാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ അത്. സോ ആ ഒരു ഇലക്ട്രോണിന് നമ്മുടെ ഇലക്ട്രോണിനെ അപേക്ഷിച്ചിട്ട് ന്യൂക്ലിയസുമായി നോക്കുന്ന സമയത്ത് ന്യൂക്ലിയസുമായിട്ട് ഈ പി ഇലക്ട്രോൺ എന്താണ്, ലെസ് അട്രാക്റ്റഡ് ആണ്. ന്യൂക്ലിയസും പി ഇലക്ട്രോണും ലെസ് അട്രാക്റ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോറോണിൻ്റെ 2p ഇലക്ട്രോണിന് ഗ്രേറ്റർ സ്ക്രീനിങ് എഫക്റ്റാണ്. ബെർലിയത്തിൻ്റെ 2s ഇലക്ട്രോണിനേക്കാളും കൂടുതൽ സ്ക്രീനിങ് എഫക്റ്റ് ആര് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, ബോറോണിൻ്റെ 2p ഇലക്ട്രോൺ. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് പി ഇലക്ട്രോൺ എന്താണ് ലെസ് അട്രാക്റ്റഡ് ദാൻ എസ് ഇലക്ട്രോൺ ബൈ എ ന്യൂക്ലിയസ്. അതുപോലെ നമ്മുടെ ബെർലിയത്തിൻ്റെ 2s ഇലക്ട്രോണിനേക്കാളും കൂടുതൽ സ്ക്രീനിങ് എഫക്റ്റ് ആര് എക്സ്പീരിയൻസ് ഉണ്ട്, ബോറോണിൻ്റെ 2p ഇലക്ട്രോൺ. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്
എന്താണ് ന്യൂക്ലിയസിൽ നിന്നും വളരെ കുറവായിട്ട് ലെസ് ടൈറ്റ്ലി ഹെൽഡ് എന്നാണ് പറയാം. അത്രയും കുറവായിട്ടാണ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്, ബോണ്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. സോ ന്യൂക്ലിയസും അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ന്യൂക്ലിയസ് ഇലക്ട്രോണോട് ബോണ്ടൊന്നുമില്ല. ഞാൻ ബോണ്ട് എന്നല്ല ഉദ്ദേശിച്ചത്, മീൻസ് എന്താണ് പിടിച്ചു നിർത്തിയിരിക്കില്ലേ, അത് കുറച്ച് ലെസ്സായിട്ട് ലെസ് ടൈറ്റ്ലി ഹോൾഡ് എന്ന് പറയാം. ഓക്കെ, അത്രയും കുറവായിട്ടായിരിക്കും പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ബെർലിയത്തിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ ബെർലിയത്തിന് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മോർ എനർജി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ആരെ റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും, ബോറോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. അതുകൊണ്ട് തന്നെ ബോറോണിന് ലെസ് അയണൈസേഷൻ എനർജിയും ബെർലിയത്തിന് അതിനേക്കാൾ കൂടുതലും. അതുകൊണ്ടാണ് ഗ്രാഫിൽ അങ്ങനെ അത് ഡിക്രീസിങ് വന്നത്. അതുപോലെ നമ്മുടെ ഓക്സിജന് നമ്മുടെ നൈട്രജനെ അപേക്ഷിച്ചിട്ട് ഓക്സിജന് സ്മോളർ അയണൈസേഷൻ എനർജിയാണ്. ഓക്കെ, ഇതിന് കാരണം ഇപ്പം നമ്മുടെ കമ്പയർ ടു നമ്മുടെ ഓക്സിജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p4. പക്ഷേ നമ്മുടെ നൈട്രജൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1s2 2s2 2p3. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2p3 ലാസ്റ്റ്, നമ്മുടെ നൈട്രജൻ്റെ ലാസ്റ്റ് വരുന്നത് 2p3. ഈ 2p3 എന്ന് പറയുമ്പോൾ നമ്മുടെ പി സബ്ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് കൊള്ളും, 6 എണ്ണം. അതിലിപ്പോൾ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയുകയാണെങ്കിൽ 6 എണ്ണം വേണം. പക്ഷേ ഇവിടെ 2p3 6ൻ്റെ പകുതി 3 ഇവിടെ ഫില്ലായിട്ടുണ്ട്. സോ നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ്. 2p3 അവസാനത്തെ ഷെല്ലിൽ ഹാഫ് ഫിൽഡ്. അപ്പോൾ ഈ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ വരുന്ന സമയത്ത് അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ സ്റ്റേബിളാണ്. അപ്പോൾ അങ്ങനെ സ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ അതിൽ സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്യുന്നു. പോരാത്തതിന് ഇലക്ട്രോൺ റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ N ആറ്റത്തിൽ കുറവായിരിക്കും. ഓക്കെ, നമ്മുടെ ഓക്സിജൻ ആറ്റത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ N ആറ്റം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്റ്റേബിളാണ്. അതുപോലെ ഇലക്ട്രോൺ റിപ്പൽഷൻ എന്ന് പറയുന്നത് എന്താണ്, കുറവായിരിക്കും ഓക്സിജനെ സംബന്ധിച്ച്. ഓക്കെ, അതുപോലെ നമ്മുടെ ഓക്സിജൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ലെസ് ടൈറ്റ്ലി ഹെൽഡ് ബൈ ദ ന്യൂക്ലിയസ്. അതായത് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലൂസായിട്ടാണ് ടൈറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ആരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ. നമ്മുടെ നൈട്രജനെ അപേക്ഷിച്ചിട്ട് ഓക്സിജനിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലെസ് ടൈറ്റ്ലി ഹെൽഡ് ആണ് ന്യൂക്ലിയസിൽ നിന്ന്. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായിരിക്കും, നമുക്ക് നൈട്രജനിൽ നിന്നും ഒരു ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം എനർജി കൊടുക്കണം. പക്ഷേ ഓക്സിജനിലാണെങ്കിൽ അത്ര എനർജി കൊടുക്കണം, കാരണം ലെസ് ടൈറ്റ്ലി ഹെൽഡ് ആണല്ലോ. അതുകൊണ്ട് അപ്പോൾ ഓക്സിജൻ കുറച്ചുകൂടെ എനർജി കുറവ് മതി, സ്മോളർ അയണൈസേഷൻ എനർജി ആയിരിക്കും ഓക്സിജന്. പക്ഷേ നൈട്രജന് ഹയർ അയണൈസേഷൻ എനർജി ആയിരിക്കും ഉണ്ടാവുക. ഇനി വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എനർജി ഡൗണി ഗ്രൂപ്പിൽ വരുന്ന സമയത്ത് ആസ് വി മൂവ് ഡൗൺ എ ഗ്രൂപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ സ്ക്രീനിങ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു, അതും അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, സ്ക്രീനിങ് എഫക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഇൻക്രീസ് ആവുന്നു. അപ്പോൾ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ന്യൂക്ലിയർ അട്രാക്ഷൻ ന്യൂക്ലിയർ അട്രാക്ഷൻ എന്തെന്നു, അത് ഡിക്രീസ് ചെയ്യുന്നു. ന്യൂക്ലിയർ അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ ഡിക്രീസ് മീൻസ് ആ ഒരു ന്യൂക്ലിയർ അട്രാക്ഷൻ കുറഞ്ഞു വെച്ച് നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് അയണൈസേഷൻ എനർജി കുറച്ച് മതി, കാരണം നമുക്ക് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു, ഡിക്രീസസ് ചെയ്യുന്നു. ഒന്നുമില്ല, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, സ്ക്രീനിങ് എഫക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ന്യൂക്ലിയർ അട്രാക്ഷൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി അതും എന്ത് ചെയ്യുന്നു, അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ പുൾ അതൊക്കെ എന്ത് ചെയ്യുന്നു, അതും ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസസ് ഡൗൺ എ ഗ്രൂപ്പ്. ഇത്രയേ ഉള്ളൂ. ഇനി ഇലക്ട്രോൺ അഫിനിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം, ആ ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഗേഷ്യസ് ആറ്റത്തിലേക്ക്, ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എലമെൻറ്റ് ഒരു എനർജി റിലീസ് ചെയ്യും. ആ ഒരു എനർജിനെ നമ്മൾ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റി ഓഫ് എൻ എലമെൻറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ എനർജി റിലീസ്ഡ് വെൻ an electron is added to an isolated
gaseous atom of that element in the ground state. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺ അഫിനിറ്റി നമ്മൾ സമയത്തും ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം എടുക്കുന്നു എക്സ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു, എക്സ് ജി പ്ലസ് ഇ മൈനസ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? ഒരു ആനിയോൺ കിട്ടും. മൈനസ് ചാർജുള്ള എക്സ് മൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള ആനിയോൺ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇക്വേഷൻ വരുന്നത്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ളത് ഹാലജൻ ഗ്രൂപ്പ്സിനാണ്. ഓക്കെ, കാരണം അവർക്ക് ഒരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പിക്ക് ചെയ്തിട്ടും സ്റ്റേബിൾ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവാനുള്ള ടെൻഡൻസി ആർക്ക് കൂടുതലാണ്? നമ്മുടെ ഹാലജൻസിന് കൂടുതലാണ്. അങ്ങനെ അവർക്ക് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവാൻ പറ്റും. അതുകൊണ്ട് ഓക്കെ, അപ്പോൾ പിന്നെ വരുന്നത് ജസ്റ്റ് നമുക്ക് അടുത്തതുപോലെ മനസ്സിലാക്കിയാൽ മതി. നിയോണിൻ്റെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? അടുത്ത നിയോൺ മൈനസ് ആവും. അതൊക്കെ അങ്ങനെ വരുന്നുള്ളൂ. അതുപോലെ ദ അഡീഷൻ ഓഫ് സെക്കൻഡ് ഇലക്ട്രോൺ ഓർ മോർ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു ആറ്റം എടുത്തു, അതിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്തു. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരിക്കൽ ഇലക്ട്രോൺ ആഡ് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും പിന്നെയും ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് കൂടുതൽ ഇലക്ട്രോണിനെ ആഡ് ചെയ്യണം എന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായി. കാരണം ഓൾറെഡി ആഡ് ചെയ്ത് നെഗറ്റീവായി മാറിയതാണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെയും ഇലക്ട്രോൺ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. സോ അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് പിന്നെയും നെഗറ്റീവായിരിക്കും. സോ സെക്കൻഡ് ഇലക്ട്രോൺ അഫിനിറ്റിയും തേർഡ് അല്ലെങ്കിൽ ഹയർ ഇലക്ട്രോൺ അഫിനിറ്റി എന്നൊക്കെ പറയുന്നത് കൂടുതൽ നെഗറ്റീവായിരിക്കും. നമ്മൾ അയൺസ്റ്റൈൻ എൻതാൽപ്പിയിൽ പറഞ്ഞ പോലെ, എനർജിയിൽ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇവിടെ ഇത് നെഗറ്റീവ് എന്നാണ്, അപ്പോൾ ഇൻക്രീസ് അല്ല, നെഗറ്റീവ്. സോ സെക്കൻഡ് ഇലക്ട്രോൺ അഫിനിറ്റി നെഗറ്റീവായിരിക്കും, ഹയർ ഇലക്ട്രോൺ അഫിനിറ്റി എല്ലാം എന്തായിരിക്കും? കൂടുതൽ ഇങ്ങനെ നെഗറ്റീവ് കൂടുതൽ ആയിക്കൊണ്ട് വരും. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിന് എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു നോക്കാം. അറ്റോമിക് സൈസ്. അപ്പോൾ അറ്റോമിക് സൈസ് കൂടുന്തോറും ഇലക്ട്രോൺ അഫിനിറ്റി എന്താവും? കുറയും. കാരണം ലാർജർ ആറ്റം ആവുന്ന സമയത്ത് എന്തായിരിക്കും? ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഇലക്ട്രോൺസ് ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലായിരിക്കും, കുറച്ച് ന്യൂക്ലിയസിൽ നിന്നും കുറച്ചുകൂടി ദൂരെയായിരിക്കും. അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് എന്താവും? ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുൾ കുറയും. അതുപോലെ തന്നെ നമ്മളൊരു ആറ്റം ഇലക്ട്രോൺ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന റിലീസ് ചെയ്യുന്ന ആ എനർജി എന്ന് പറയുന്നതും സ്മോൾ ആയിരിക്കും. ഇനി ന്യൂക്ലിയർ ചാർജ്. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രോൺ അഫിനിറ്റിയും കൂടും. കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുള്ള് കൂടും. എവിടെ? നമ്മളിപ്പോൾ ഇലക്ട്രോൺ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ആഡഡ് ഇലക്ട്രോണിൻ്റെ മുകളിലുള്ള ആ ഒരു ന്യൂക്ലിയർ പുള്ളെന്തെയും ആ ഒരു ഫോഴ്സ് അതും കൂടും. അങ്ങനെയാവുന്ന സമയത്ത് അവിടെ റിലീസ് ചെയ്യുന്ന ആ ഒരു എനർജി, മീൻസ് റിലീസ് ചെയ്യുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി അവിടെ എന്തായിരിക്കും? അതും കൂടുതലായിരിക്കും. ഇനി അടുത്ത് നമ്പർ ഓഫ് ഇന്നർഷ്യൽ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ്. ഇപ്പോൾ നമ്പർ ഓഫ് ഇന്നർഷ്യൽ ഇലക്ട്രോൺസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഈ സ്ക്രീനിങ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുൾ ഉണ്ടല്ലോ, ആ ഒരു ഫോഴ്സ്, നമ്മളിപ്പോൾ ഒരു ആഡഡ് ഇലക്ട്രോൺ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അതിലുണ്ടാകുന്ന ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുൾ എന്ത് ചെയ്യും? അതും കുറയും. കാരണം സ്ക്രീനിങ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുൾ കുറയും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന എമൗണ്ട് ഓഫ് എനർജി, റിലീസ് ചെയ്തിട്ടുള്ള എനർജി എന്തായിരിക്കും? അതും കുറവായിരിക്കും. പ്രസൻസ് ഓഫ് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ആറ്റം അതിന് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഹാഫ് ഫീൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫീൽഡ് ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. അതായത് ലെസ് നെഗറ്റീവ് അല്ലെങ്കിൽ ഈവൻ പോസിറ്റീവ് ആയിരിക്കും. ഒന്നുമില്ല, ലെസ് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ലോ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺ അഫിനിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ, ഇതിന് കാരണം എന്ന് പറയുന്നത് ഓൾറെഡി ഇതെന്താണ്? സ്റ്റേബിളാണ്. സോ നമുക്കൊരു ആറ്റം ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല. അപ്പോൾ നോട്ട് ഫേവേർഡ്. അപ്പോൾ അതവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ ഒന്നില്ലെങ്കിൽ നമ്മളൊരു ഇൻപുട്ട് എനർജി അവിടെ കൊടുക്കേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? എനർജി സ്വാഭാവികമായിട്ടും കോൺസിക്വൻ്റ്ലി അവിടെ എനർജി എന്താവും? അവിടെ റിലീസ് ചെയ്തത് ടെൻസ് ടു ബി ലോവർ, കുറവാകാൻ സാധ്യത. ഇനി വേരിയേഷൻ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി എലോങ് എ പീരീഡ്. അതായത് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ് എലോങ് എ പീരീഡിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്താവും? ഇൻക്രീസ് ചെയ്യും. ഇതിന് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലോങ് എ പീരീഡ് എന്ത് സംഭവിക്കും? ആറ്റോമിക് സൈസ് ഡിക്രീസ് ആവും. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവും. സോ ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുൾ എന്തെയും ഇൻക്രീസ് ആവും. അപ്പോൾ നമ്മളൊരു ഇലക്ട്രോണിനെ നമ്മളൊരു ആറ്റത്തിലേക്ക് ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് എന്താണ്? ന്യൂക്ലിയർ ചാർജ് ഓൾറെഡി അട്രാക്റ്റീവ് ഇൻക്രീസ് ആണല്ലോ. നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇലക്ട്രോണിനെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും, മീൻസ്
ബൗണ്ട് ചെയ്ത് നിർത്തും. അട്രാക്റ്റീവ് പുൾ കൂടുതലായത് കാരണം ആഡ് ചെയ്യുന്നതോടെ തന്നെ അതെന്ത് ചെയ്യും, വലിച്ചു നിർത്തും. മീൻസ് അവിടെ ക്ലോസ് ആയി നിൽക്കും, ന്യൂക്ലിയസിനോട് ക്ലോസ് ആയിട്ട് തന്നെ നിൽക്കും. സോ അവിടെ എന്താണ്, അവിടെ റിലീസായിട്ടുള്ള ആ ഒരു എനർജി എന്ന് പറയുന്നത് എലോങ് എ പീരീഡിൽ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. സോ എന്താണ്, പീരീഡിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് ഇൻക്രീസസ് ആയിരിക്കും. പക്ഷേ ചില കേസസ് നമ്മൾ നേരത്തെ അയനൈസേഷൻ എനർജി പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ചില ഇറഗുലാരിറ്റീസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിഥിയം അതുപോലെ ബെറിയം. ഇപ്പം നമ്മൾ ബെറിലിയം ആ ബോക്സ് നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ലിഥിയം ടു ബെറിലിയം ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഇൻക്രീസാണ് ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഡിക്രീസാണ് നടക്കുന്നത്. ലിഥിയം ടു ബെറിലിയം അതൊരു ഇറഗുലാരിറ്റി ആണ്. കാരണം ബെറിലിയത്തിന് എന്താണ്, ഹൈലി സ്റ്റേബിൾഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. 1s2 2s2 അവിടെ കംപ്ലീറ്റ്ലി ഫിൽഡാണ്. സോ അവിടെ സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള ഒരു ആറ്റത്തിലേക്ക് നമ്മളൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആറ്റം അതിന് സമ്മതിക്കില്ല, മീൻസ് അത് ഫേവറബിൾ കാണിക്കില്ല. കാരണം ഓൾറെഡി സ്റ്റേബിളാണ്. സോ ഈ ഒരു ആറ്റത്തിന് കൊടുക്കേണ്ട ആവശ്യം ആറ്റമല്ല, ഒരു ഇലക്ട്രോണിനെ വാങ്ങേണ്ട ആവശ്യം ആറ്റത്തിന് ഓൾറെഡി സ്റ്റേബിളാണ്. സോ എന്താണ്, നമ്മൾ ആ ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് എനർജി വേറെ കൊടുക്കേണ്ടി വരും. സോ അത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആർക്കാണ്, ലിഥിയത്തിനാണ് കുറച്ചുകൂടെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുള്ളത്. ഇനി അതുപോലെ തന്നെയാണ് കാർബൺ ടു നൈട്രജൻ വരുന്നത്. അവിടെയും ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസ് ചെയ്യാണ് കാരണം. ഇതിനും കാരണം നൈട്രജൻ എന്താണ്, നൈട്രജന് സ്റ്റേബിൾ ഹാഫ് ഫീൽഡ് കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് 1s2 2s2 2p3 2p3 ഹാഫ് ഫീൽഡ് ആണല്ലോ പി സബ്ഷെല്ലിൻ്റെ. സോ അത് സ്റ്റേബിളാണ്. അപ്പോൾ സ്റ്റേബിളായിട്ടുള്ള നൈട്രജൻ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇലക്ട്രോണിനെ കൂടെ ആഡ് ചെയ്യാനായിട്ട് ഫേവർ ചെയ്യുന്നില്ല, അതിന് താല്പര്യമില്ല. മീൻസ് ആഡ് ചെയ്യുന്നത് ആവശ്യമില്ലല്ലോ, ഓൾറെഡി സ്റ്റേബിളല്ലേ. അപ്പോൾ നമ്മൾ അവിടെയും എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഇൻപുട്ട് എനർജി കൊടുക്കണം അതിനെ ആഡ് ചെയ്യണം തന്നെ, കുറച്ചുകൂടെ നമ്മൾ ബുദ്ധിമുട്ടണം. സോ ഇപ്പോൾ നൈട്രജനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇവിടെ കാർബണിനായിരിക്കും ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതൽ, നൈട്രജന് കുറവായിരിക്കും. കാരണം നമ്മൾ ഇൻപുട്ട് എനർജിയാണ് കൊടുക്കേണ്ടത് അവിടെ. ഓക്കെ, അതേപോലെ തന്നെയാണ് എവിടെയും വരുന്നത്. Na2 Mg പോകുന്ന സമയത്തും അത് തന്നെയാണ് വരുന്നത്. അതുപോലെ Si2 സിലിക്കൺ ടു ഫോസ്ഫറസ് അതും അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എലോങ് എ പീരീഡ് ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസസ്. ദെൻ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയേഷൻ ഓഫ് ഇലക്ട്രോൺ അഫിനിറ്റി ഡൗൺ എ ഗ്രൂപ്പ്. അപ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇലക്ട്രോൺ അഫിനിറ്റി ഡിക്രീസസ് എലോങ് എ പീരീഡ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഒന്നാമത്തെ അറ്റോമിക് സൈസ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. സ്ക്രീനിങ് എഫക്റ്റ് ഡ്യൂ ടു ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, അതും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കാരണം എന്താവും, നമ്മുടെ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുൾ എന്ത് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യും. സോ നമ്മളൊരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയർ അട്രാക്റ്റീവ് പുൾ, ആ ഇലക്ട്രോണിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു അട്രാക്റ്റീവ് പുൾ എന്ത് ചെയ്യും, അത് ഡിക്രീസ് ആകും. അത് കുറയുന്നതുകൊണ്ട് തന്നെ എന്താവും നമുക്ക് ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്ന സമയത്ത് അത് കുറയല്ലേ. സോ അങ്ങനെ ആവുന്ന സമയത്ത് ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യുന്നു, അതും ഡിക്രീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ അഫിനിറ്റി എന്ത് ചെയ്യുന്നു, അതും ഡിക്രീസ് ചെയ്യുന്നു. സോ ഒരു ഡൗൺ എ ഗ്രൂപ്പിൽ ഇലക്ട്രോൺ അഫിനിറ്റി എന്തായിരിക്കും, അത് ഡിക്രീസസ് ആയിരിക്കും. ഇതിലും എന്താണ്, ചില ഇറഗുലാരിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫ്ലോറിൻ ടു ക്ലോറിൻ. അപ്പോൾ ഗ്രൂപ്പിൽ ഇൻക്രീസ് ചെയ്യാണ് വേണ്ടത്, ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ നമ്മുടെ ഫ്ലോറിൽ നിന്നും ക്ലോറിനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇലക്ട്രോൺ അഫിനിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ അഡീഷൻ ഓഫ് എ എക്സ്ട്രാ ഇലക്ട്രോൺ ടു ഫ്ലോറിൻ ആറ്റം പ്രൊഡ്യൂസസ് എ ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ദ റിലേറ്റീവ്ലി കമ്പാക്ട് 2p സബ്ഷെൽ. അതായത് നമ്മുടെ ഫ്ലോറിനിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിനിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ ഇലക്ട്രോൺ ആഡ് ചെയ്യാണ്. അപ്പോൾ ആ ആഡ് ചെയ്യുന്ന ഇലക്ട്രോൺ പോകുന്നത് എവിടേക്കാണ്, 2p സബ്ഷെല്ലിലേക്കാണ്. ഇപ്പോൾ 2p സബ്ഷെൽ എന്ന് പറയുന്നത് എന്താണ്, അത്രയും ചെറിയ മീൻസ് ഒരു സബ്ഷെല്ലാണല്ലോ. നമ്മൾ 3-നെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2 എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ നമ്മൾ ഫ്ലോറിനിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാവും, ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ആവും. അതുപോലെ തന്നെ അവിടെ സ്ട്രോങ് ഇലക്ട്രോൺ റിപ്പൽഷൻസ് ഉണ്ടാവും. എവിടെ, 2p സബ്ഷെല്ലിൽ. പക്ഷേ നമ്മൾ ക്ലോറിനിൽ നോക്കുന്ന സമയത്ത് നമ്മൾ ക്ലോറിനിലേക്ക് ഇലക്ട്രോൺ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോൺ പോകുന്നത് N=3 ആ ഒരു ക്വാണ്ടം ലെവൽ ഓഫ് Cl പോകുന്നത്. ഏതിൽ, മൂന്നാമത്തെ ഷെല്ലിലൊക്കെ ആയിരിക്കും പോവുക. അപ്പോൾ അവിടെ ഒരു വലിയ ഷെല്ലാണല്ലോ. അപ്പോൾ അവിടെ ഇലക്ട്രോൺ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺ റിപ്പൽഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും.
നമ്മുടെ ഫ്ലൂറിനെ അപേക്ഷിച്ചിട്ട് അവിടെ ഇലക്ട്രോൺ റിപ്പൽഷൻ നമ്മുടെ മൂന്നാമത്തെ ഷെല്ലിൽ എന്തായിരിക്കും, കുറവായിരിക്കും. സോ അവിടെ ഒരു പ്രോബ്ലം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലൂറിൻ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പൽഷൻ കൂടുതലല്ല. അപ്പോൾ വെറുതെ ആരെങ്കിലും റിപ്പൽഷൻ കൂട്ടാൻ വേണ്ടി വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ എന്തായിരിക്കും, ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവായിരിക്കും. ഏതിനെ അപേക്ഷിച്ചിട്ട്, ക്ലോറിനെ അപേക്ഷിച്ചിട്ട് ഫ്ലൂറിന് ഒരു ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ റീസൺസ് തന്നെ നമ്മൾ ഏതും പറയുന്നത് ഓക്സിജൻ ടു സൾഫർ, അതിലുള്ള ചേഞ്ചസും നമ്മൾ ഇത് വെച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബോണ്ടഡ് ആറ്റം, അതായത് രണ്ട് ആറ്റംസ് തമ്മിൽ ബോണ്ട് ചെയ്തില്ലേ, അങ്ങനെയുള്ള സമയത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ആൻ ആറ്റം, ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് ടെൻഡൻസി അല്ലെങ്കിൽ പവർ ഓഫ് ബോണ്ടഡ് ആറ്റം ഇൻ എ മോളിക്യൂൾ ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവാർഡ്സ് ഇറ്റ് സെൽഫ്. അതായത് ഒരു ആറ്റം എന്ത് ചെയ്യുന്നു, അതിൻ്റെ അത് ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ്, ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അതിൻ്റെ അടുത്തേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ ടെൻഡൻസി, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് അത് ഒരു ബോണ്ടിൽ അത് ഷെയർ ചെയ്തിട്ടുള്ള ആ ഒരു ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിലെ അതിനെ അതിൻ്റെ അടുത്തേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യാനുള്ള എന്താണ് അതിൻ്റെ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് ടെൻഡൻസി അല്ലെങ്കിൽ അതിൻ്റെ പവർ, അതിനാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സൈസ് ഓഫ് ദി ആറ്റം. അതായത് എപ്പോഴും സ്മോളർ ആറ്റം ആയിരിക്കും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ഏതിനെ അപേക്ഷിച്ച്, ലാർജർ സൈസുള്ള ലാർജർ ആറ്റത്തിനേക്കാളും സ്മോളർ ആറ്റം ആയിരിക്കും കൂടുതൽ മോർ ഇലക്ട്രോ നെഗറ്റീവ്. ഇതിന് കാരണം ഇപ്പോൾ സ്മോളർ ആറ്റം എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, ഗ്രേറ്റർ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അവിടെ കൂടുതൽ മോർ ന്യൂക്ലിയർ ചാർജ് ആയിരിക്കും ഉണ്ടാവുക, ന്യൂക്ലിയർ ചാർജ്. അങ്ങനെയാവുന്ന സമയത്ത് ആ ഒരു ആറ്റത്തിന് ന്യൂക്ലിയർ ഫോഴ്സ് കൂടുമ്പോൾ നമുക്കറിയാലോ അതിന് എന്ത് ടെൻഡൻസി ആയിരിക്കും, ഇലക്ട്രോൺസിനെ കുറച്ചുകൂടെ അവിടെ അത് ന്യൂക്ലിയർ ചാർജ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിനെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആർക്ക് കൂടുതലായിരിക്കും, ആ സ്മോളർ ആറ്റത്തിന് കൂടുതലായിരിക്കും. കാരണം അവിടെ എന്താണ് നമുക്കറിയാം, ന്യൂക്ലിയർ ചാർജ് കൂടുതലാണ്. സോ അതെന്ത് ചെയ്യും, ആ ഒരു ആറ്റം കൂടുതലുള്ളവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയും അവിടെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്മോളർ ആറ്റം ആയിരിക്കും എന്ത്, മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ വിത്ത് ലാർജർ സൈസുള്ള ആറ്റത്തിനേക്കാളും. ഓക്കെ, രണ്ടാമത്തെ എന്താ പറയുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി. അഫിനിറ്റി എന്ന് പറയുന്ന സമയത്ത് അവിടെ വരുന്നത് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലായി കഴിഞ്ഞാൽ, ഹൈ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഹൈ ആവും. ഇലക്ട്രോൺ അഫിനിറ്റി കൂടിക്കഴിഞ്ഞാൽ ടെൻസ് ടു പിക്കപ്പ് ഇലക്ട്രോൺസ് ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ അഫിനിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താവും, ഹൈ ആവും. ഇനി അയണൈസേഷൻ എൻതാൽപ്പി, അതായത് ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഹൈ ആവും. ഒന്നുമില്ല, അയണൈസേഷൻ എൻതാൽപ്പി ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഹൈ ആവും. ഇലക്ട്രോൺ അഫിനിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയും ഹൈ ആവും. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നോക്കുന്നത്. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തെക്കാളും എന്തായിരിക്കും, ഇലക്ട്രോ നെഗറ്റീവ് കൂടുതലായിരിക്കും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഒരു ആറ്റത്തിന്. കാരണം ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന സമയത്ത് ആ ആറ്റത്തിന് ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും, ഗ്രേറ്റർ ടെൻഡൻസി ഉണ്ടാവും. ഹൈബ്രിഡൈസേഷൻ വരുന്ന സമയത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹൈബ്രിഡൈസേഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഈ എസ് ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, ഒരു ആറ്റത്തിൻ്റെ ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ എസ് ക്യാരക്ടർ കൂടും തോറും ഇലക്ട്രോൺ അട്രാക്റ്റീവ് പവറും കൂടും. സോ എന്താവും, ഇലക്ട്രോ നെഗറ്റിവിറ്റിയും കൂടും. അതായത് ഹൈബ്രിഡ് ഓർബിറ്റൽസിൻ്റെ എസ് ക്യാരക്ടർ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റിയും അവിടെ എന്താവും, കൂടുതലാവും. അതുകൊണ്ട് തന്നെ sp3 sp2 sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റംസിൽ ഏതായിരിക്കും, sp ഹൈബ്രിഡൈസ്ഡ് ആറ്റത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ഉണ്ടാവുക. മീൻസ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നത് sp ഹൈബ്രിഡൈസ്ഡ് ആറ്റം ആയിരിക്കും. അതുപോലെ ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറയുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് ആറ്റം ആയിരിക്കും. വേരിയേഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റിവിറ്റി അലോങ് വിത്ത് പീരീഡ്. അതായത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് വിത്ത് പീരീഡ്. പീരീഡിൽ എന്താണ്, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിന് കാരണം നമ്മൾ പീരീഡിൽ എന്താണ്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. കാരണം അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു,
പീരീഡിൽ അറ്റോമിക് സൈസ് ഡിക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താവും, നമ്മുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്, ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്ന ടെൻഡൻസി. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ ചാർജ് ഇവിടെ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ടെൻഡൻസിയും ഇൻക്രീസ് ആവുന്നു. സോ പീരീഡിൽ എന്താണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നു. വേരിയേഷൻ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡൗൺ എ ഗ്രൂപ്പ്. ഡൗൺ എ ഗ്രൂപ്പിൽ എന്താണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസസ് ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്. ഇതിന് കാരണം ഡൗൺ എ ഗ്രൂപ്പിൽ എന്താണ്, നമുക്കറിയാം അറ്റോമിക് സൈസ് കൂടുന്നു, അതുപോലെ തന്നെ ഷീൽഡിങ് എഫക്റ്റ് എന്ത് ചെയ്യുന്നു, അതും ഇൻക്രീസ് ചെയ്യുന്നു. ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോൺ അട്രാക്റ്റിംഗ് ടെൻഡൻസി എന്ത് ചെയ്യുന്നു, മീൻസ് ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്ന ടെൻഡൻസി അത് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിക്രീസസ് ഓൺ മൂവിങ് ഡൗൺ എ ഗ്രൂപ്പ്. ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഒന്നാമത്തെ പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അക്കോർഡിംഗ് ടു പോളിംഗ്. അതായത് പോളിംഗ് പ്രകാരം ഒരു മോളിക്യൂളിലെ ബോണ്ടഡ് ആറ്റത്തിൻ്റെ അതായത് ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അതിൻ്റെ തന്നെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള ആ റിലേറ്റീവ് ടെൻഡൻസി അല്ലെങ്കിൽ പവറിനെയാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ആ മോളിക്യൂളിൽ ബോണ്ടഡ് ആറ്റത്തിൻ്റെ എന്ത് കഴിവ്, മീൻസ് നമ്മൾ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസിന് അതിൻ്റെ തന്നെ ടുവാർഡ്സ് ഇറ്റ് സെൽഫ് അതിൻ്റെ അടുത്തേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി, ആ ഒരു പവർ, അതിനാണ് നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റീസ് ബേസ്ഡ് ചെയ്തിരിക്കുന്നത് അത് ഏതിൻ്റെ ബേസിലാണ്, ബോണ്ട് ഡിസോസിയേഷൻ എനർജീസ് ഓഫ് ബോൺസിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജി അതിൻ്റെ ബേസിലാണ് ഈ പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റീസ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ രണ്ട് ബോണ്ട് ഉണ്ട് എന്ന് വിചാരിക്കാം, മീൻസ് രണ്ട് മോളിക്യൂൾ എ ബി, അത് തമ്മിൽ രണ്ട് മോളിക്യൂൾ എ ബി അത് തമ്മിലുള്ളൊരു ബോണ്ടാണ് എ ബി, അത് തമ്മിലുള്ള ബോണ്ടാണ് എ ബി. സോ ഈ എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എനർജി, ഏതിൻ്റെ എനർജി, എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബോണ്ടിൻ്റെ എനർജിയാണ് ഈ എ ബി. ഓക്കെ, താഴെ എ ബി എന്ന് എഴുതിയിട്ടുണ്ട്, നമുക്ക് ടെക്സ്റ്റിലുണ്ടത്. അപ്പോൾ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ബോണ്ടിൻ്റെ എനർജിയാണ് ഈ എ ബി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾ അതിൻ്റെ തന്നെ ഒരു മീൻസ് ആ രണ്ട് ആറ്റം കൂടി ചേർന്നിട്ടുണ്ടാവില്ലേ, O2 N2 എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ തന്നെ എ തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജിയാണ് ഈ എ. അതുപോലെ ബി തമ്മിലൊരു ബോണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എനർജിയാണ് ഈ ബി. ഓക്കെ, ഇനി ഈ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എനർജി എപ്പോഴും നമ്മുടെ ഈ എ അതുപോലെ ഈ ബി ഇത് രണ്ടിൻ്റെയും ജോമെട്രിക് മീൻ ഇല്ലേ അതിനേക്കാളും കൂടുതലായിരിക്കും. ഈ എ ബി എന്ന് പറയുന്ന ആ ഒരു എനർജി ഈ എ അല്ലെങ്കിൽ ഈ ബി എന്ന ആ രണ്ടിൻ്റെയും എനർജിയുടെ ജോമെട്രിക് മീനിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഡിഫറൻസ് എ ബി ഡെൽറ്റ എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, അതിനാണ് നമ്മൾ അയണിക് റെസൊണൻസ് എനർജി എന്ന് പറയുന്നത്. ഡെൽറ്റ എ ബി ഈക്വൽ ടു ഇ എ ബി മൈനസ് ഇ എ ഇൻറ്റു ഇ ബി റേസ് ടു 1/2. ഓക്കെ, ഇനി അതായത് നമ്മുടെ എ ബി ബോണ്ട് ഉണ്ടല്ലോ, ആ എ ബി ബോണ്ടിൻ്റെ പാർഷ്യൽ അയണിക് ക്യാരക്ടറിൻ്റെ മെഷറാണ് എന്ത്, നമ്മുടെ ഡെൽറ്റ എ ബി അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എ ബി എന്ന് പറയുന്നത് എ ബി ബോണ്ടിൻ്റെ പാർഷ്യൽ അയണിക് ക്യാരക്ടറിൻ്റെ മെഷറാണ്. സോ ആ ഒരു പാർഷ്യൽ അയണിക് ക്യാരക്ടറിൻ്റെ ആ ഒരു മെഷർ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു, നമുക്കറിയാം എ എന്ന് പറഞ്ഞ അതിൻ്റെയും ബി അത് രണ്ടിൻ്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ടാവുമല്ലോ ഓരോന്നിനും. അപ്പോൾ ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി അതിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എ ബി. ഓക്കെ അല്ലേ? സോ എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈക്വൽ ടു കെ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എ ബി എന്ന് വരും. ഓക്കെ, ഇനി എക്ക് നമ്മൾ ആ കോൺസ്റ്റന്റ് നമ്മൾ 0.182 എന്ന് പറഞ്ഞൊരു വാല്യൂ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, എ മൈനസ് കൈ ബി ഈക്വൽ ടു 0.182 സ്ക്വയർ റൂട്ട് ഓഫ് ഡെൽറ്റ എ മൈനസ് ബി. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മുള്ളിക്കൻസ് സ്കെയിൽ ഓഫ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് മുള്ളിക്കൻ ഡിഫൈൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഓഫ് an atom is as the arithmetic mean of its ionization energy and electron affinity
കാൽക്കുലേറ്റഡ് ഇൻ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മുള്ളിക്കൻസ് എന്ന് അയാൾ മീൻസ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അയണൈസേഷൻ എനർജിയും അതുപോലെ ഇലക്ട്രോൺ അഫിനിറ്റി ഇല്ലേ, ഇത് രണ്ടിൻ്റെയും അരിത്തമെറ്റിക് മീൻ ഉണ്ടല്ലോ, അതാണ് ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇക്വേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Chi m = 1/2 അയണൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി. പോളിംഗ് വാല്യൂസ് വെച്ചിട്ട് നമ്മുടെ എബോവ് ഇക്വേഷൻ എന്ത് ചെയ്യുക, കോറിലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാനായിട്ട് റൈറ്റ് ഹാൻഡ് സൈഡ് RHS നമ്മൾ എന്ത് ചെയ്യുക 2.8 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ നമുക്ക് കിട്ടും Chi m = അയണൈസേഷൻ എനർജി പ്ലസ് ഇലക്ട്രോൺ അഫിനിറ്റി ഹോൾ ഡിവൈഡഡ് ബൈ 5.6. ഓക്കെ, ഈ മുള്ളിക്കൻ സ്കെയിലിലെ അഡ്വാൻറ്റേജും അതുപോലെ ഡിസഡ്വാൻറ്റേജും ചെറുതായിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് നോക്കണേ. ഇനി ആൽറെഡ് റോച്ചോ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇതിൽ അക്കോർഡിംഗ് ടു ആൽറെഡ് ആൻഡ് റോച്ചോ, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് an atom is defined as the electrostatic force of attraction exerted by the nucleus on an electron at a distance equal to the covalent radius of Alred-Rocho scale of electronegativity. According to the Alred and Rocho, electronegativity of an atom is defined as the electrostatic force of attraction exerted by the nucleus on an electron at a distance equal to the covalent radius of the atom. അതായത് ഒരു ആറ്റം അതിനകത്ത് ന്യൂക്ലിയസ് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഒരു ആറ്റത്തിൽ കൊവാലൻ്റ് റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വെച്ചിട്ടുള്ള ആ ഒരു ഇലക്ട്രോണിൽ ന്യൂക്ലിയസ് ഇലക്ട്രോണിൽ നമ്മുടെ ന്യൂക്ലിയസ് എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒന്നുകൂടി ഞാൻ പറയാം. ഒരാറ്റത്തിൽ നമ്മൾ കൊവാലൻ്റ് റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസിലുള്ള ഇലക്ട്രോണിൽ ന്യൂക്ലിയസ് എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അതിനാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് എൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Chi AR = 0.359 Z എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ R² പ്ലസ് 0.744. അപ്പോൾ ഇതിൽ ഈ Z എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജാണ്, വിച്ച് ഈസ് ഈക്വൽ ടു Z - S. ഇതിൽ Z എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജും അതുപോലെ S എന്ന് പറയുന്നത് ഷീൽഡിങ് കോൺസ്റ്റൻറ്റുമാണ്, R എന്ന് പറയുന്നത് കൊവാലൻ്റ് റേഡിയസ്. ഇതിപ്പോൾ ആങ്സ്ട്രോം യൂണിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കും എന്ത് പഠിക്കുമ്പോഴും അതിൽ ഏതൊക്കെ യൂണിറ്റാണ് വരുന്നത്, ഏത് യൂണിറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് മീൻസ് ഈ ചാപ്റ്ററിന് 2 പാർട്ടായിട്ട് ടെക്സ്റ്റിലുള്ളത്, അതിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇത് കുറച്ച് വലിയ ചാപ്റ്ററാണ്, അപ്പോൾ കുറേ നേരം ഉണ്ട്. ഞാൻ മാക്സിമം ചുരുക്കി എനിക്ക് അറിയാവുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഡീറ്റെയിൽഡ് ക്ലാസ് ഒന്നുമല്ല, എനിക്കറിയാവുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ ഇനി പാർട്ട് 2 എന്ന് പറയുന്നത് കുറച്ച് നല്ല വലിയ ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അത് ബാക്കി ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം.